ഇന്ത്യയുടെ അഭിമാന സൗരദൌത്യമായ ആദിത്യ-L1 ഇന്ന് ലക്ഷ്യസ്ഥാനത്തെത്തും. വൈകിട്ട് 4 മണിയോടെ ലഗ്രാഞ്ച് പോയിന്റ് 1 ചുറ്റുമുള്ള ഹാലോ ഓർബിറ്റിലെത്തും. ദൌത്യം വിജയകരമായാൽ ISROയ്ക്കും രാജ്യത്തിനും അഭിമാന നേട്ടമായി മാറും. 5, 4, 3, 2, 1, 0. സെപ്റ്റംബർ 2-ന് സൂര്യരഹസ്യങ്ങൾ തേടി ശ്രീഹരിക്കോട്ടയിൽ നിന്ന് PSLV C-57 റോക്കറ്റിൽ വിക്ഷേപണം. 126 ദിവസത്തെ യാത്ര. 15 ലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ചാണ് ആദിത്യ-L1 ലഗ്രാഞ്ച് പോയിന്റ് 1-ലെത്തുന്നത്. ഭൂമിയുടെയും സൂര്യന്റെയും ആകർഷണങ്ങളിൽ പെടാതെ ലഗ്രാഞ്ച് പോയിന്റിന് ചുറ്റുമുള്ള ഹാലോ ഭ്രമണപഥത്തിലാണ് ആദിത്യ വലം വയ്ക്കുക. സൂര്യന്റെ അന്തരീക്ഷത്തിലെ ചൂടും ഇവയിൽ നിന്നുണ്ടാകുന്ന വികിരണങ്ങൾ ബഹിരാകാശ കാലാവസ്ഥയിലും ഭൂമിയിലും വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുകയാണ് 5 വർഷം നീളുന്ന ഈ ദൗത്യം. സൂര്യന്റെ ഉപരിതലം, കൊറോണഗ്രാഫ് എന്നറിയപ്പെടുന്ന സൂര്യന്റെ ബാഹ്യവലയങ്ങൾ, 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ബഹിരാകാശം എന്നിവയും പഠനവിധേയമാക്കും. ചന്ദ്രയാൻ 3 പേടകം സഞ്ചരിച്ചതിന്റെ 4 ഇരട്ടി ദൂരത്തു നിന്നാണ് ആദിത്യ പേടകം നിരീക്ഷിക്കുന്നത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 7 പേലോഡുകളാണ് ആദിത്യയിലുള്ളത്. 4 എണ്ണം സൂര്യനെ നേരിട്ടും 3 എണ്ണം ലഗ്രാഞ്ച് പോയിന്റിലെ ഹാലോ ഓർബിറ്റിനെ കുറിച്ചും പഠിക്കും. 24 മണിക്കൂറും സൂര്യന്റെ ചിത്രം പേടകത്തിന് പകർത്താനാകും. നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലറേഷൻ ഏജൻസിയുമാണ് ഇതുവരെ സൗരദൌത്യങ്ങൾ നടത്തിയിട്ടുള്ളത്. ആദിത്യ-L1 ലക്ഷ്യം കണ്ടാൽ അത് ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രം മാറ്റിമറിക്കും. സൗരദൌത്യത്തിൽ നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമാകും ഇന്ത്യ. സയൻസ് ഡെസ്ക് റിപ്പോർട്ടർ.